ബ്രിട്ടീഷ് സാമ്പത്തിക രംഗത്തെയും ആരോഗ്യ മേഖലയെയും താങ്ങി നിർത്തുന്ന വിദേശ തൊഴിലാളികൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നു. ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാർക്ക്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള നഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഈ നിയമം വലിയൊരു പ്രഹരമായി മാറിയിരിക്കുന്നു. കുടുംബാംഗങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് കഴിയേണ്ടി വരുന്ന അവസ്ഥയെ സാമ്പത്തിക അട്ടിമറി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ബ്രിട്ടനിലെ പ്രമുഖ ചാരിറ്റി സംഘടനയായ പ്രാക്സിസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ച് എന്നിവർ ചേർന്ന് ബ്രിട്ടനിലെ 1000-ലധികം വിദേശ തൊഴിലാളികൾക്കിടയിൽ നടത്തിയ സർവേയിലെ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 5-ൽ പേരും തങ്ങളുടെ കുടുംബത്തോടൊപ്പം UK-യിൽ തുടരാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയുണ്ടായി. ലേബർ പാർട്ടി സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ ബ്രിട്ടനിലെ ജനജീവിതത്തെയും ആരോഗ്യ മേഖലയെയും എങ്ങനെ ബാധിക്കുമെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. പുതിയ നിയമം അനുസരിച്ച് ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി അഥവാ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കണമെങ്കിൽ ഒരാൾക്ക് 10 വർഷമെങ്കിലും രാജ്യത്ത് താമസിച്ച് ജോലി ചെയ്യണം. നേരത്തെ ഇത് 5 വർഷമായിരുന്നു. ഗ്രാജുവേറ്റ് ലെവലിന് താഴെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും കെയറർമാർക്ക്, ഇത് 15 വർഷമായി ഉയർത്തിയിട്ടുമുണ്ട്. ഈ കാലതാമസം വെറും ഒരു സമയപരിധി മാത്രമല്ല, മറിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടിയാണ്. ഓരോ 30 മാസം കൂടുമ്പോഴും വിസ പുതുക്കുന്നതിനായി വലിയൊരു തുക ഇവർ ചെലവാക്കേണ്ടി വരുന്നുണ്ട്. ഒരു കുടുംബത്തിന് ഏകദേശം 20,000 പൗണ്ടിന് മുകളിൽ ഇതിന് മാത്രമുണ്ട്. കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ തുക കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ഇത് പല കുടുംബങ്ങളെയും പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്നുമുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം പോലും ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജീവനക്കാരുടെ കുറവാണ്. പുതിയ നിയമങ്ങൾ നിലവിൽ വരുന്നതോടെ ഏകദേശം 50,000-ലധികം നഴ്സുമാർ ബ്രിട്ടൻ വിടാൻ നിർബന്ധിതരാകുമെന്ന് റിപ്പോർട്ടുണ്ട്. ബ്രിട്ടനിൽ തുടരുന്ന നഴ്സുമാരിൽ പകുതിയോളം പേർ തങ്ങളുടെ കുടുംബത്തെ നാട്ടിലേക്ക് തിരിച്ചയക്കേണ്ടി വരുമെന്ന ഭീതിയിലുമാണ്. ജോലിസ്ഥലത്തെ സ്വാധീനത്തിന് പുറമെ സ്വന്തം കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്ക കൂടി ചേരുമ്പോൾ അത് ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യ തൊഴിൽക്ഷമതയെ ബാധിക്കുന്നുമുണ്ട്. IT, സോഷ്യൽ കെയർ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും സമാനമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ബ്രിട്ടന്റെ സാമ്പത്തിക ഘടനയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ വിഭാഗം ആളുകളെ അവഗണിക്കുന്നത് രാജ്യത്തിന്റെ ഭാവിക്ക് തന്നെ തിരിച്ചടിയുമാകും. ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ റിഫോം UK-യുടെയും നെയ്ജൽ ഫരാജിന്റെയും കുടിയേറ്റ വിരുദ്ധ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനാണ് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്ന പരക്കെ വിമർശനവുമുണ്ട്. രാഷ്ട്രീയ ലാഭത്തിനായി കുടിയേറ്റക്കാരെ ബലിയാടാക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പല MP-മാർക്കുമുള്ളത്. തങ്ങൾ ബ്രിട്ടനിൽ സ്വീകാര്യരല്ല എന്ന തോന്നൽ പുതിയ നിയമങ്ങൾ കുടിയേറ്റക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട്. രാജ്യത്തിനു വേണ്ടി വിയർപ്പൊഴുകുകയും നികുതി നൽകുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തോടുള്ള ഈ സമീപനം ബ്രിട്ടന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് പ്രവാസി സംഘടനകൾ വാദിക്കുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികൾക്കാണ്. UK-യിൽ നിലവിൽ 3 ലക്ഷത്തിലധികം കുട്ടികൾക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ ഇനിയും 10 വർഷം കാത്തിരിക്കേണ്ടി വരും. ബ്രിട്ടനിൽ ജനിച്ച് വളർന്ന കുട്ടികൾ പോലും തങ്ങളുടെ ഭാവി എന്താകുമെന്നറിയാതെ ആശങ്കാകുലരാണ്. വിസ സംബന്ധമായ അനിശ്ചിതത്വം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും സാമൂഹിക ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. ബ്രിട്ടീഷ് സർക്കാർ തങ്ങളുടെ കുടിയേറ്റ നയങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ കേവലം അക്കങ്ങളുടെ കളി മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ്. IPPR റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പോലെ 17 ലക്ഷത്തോളം പേര് നിലവിൽ സ്ഥിരതാമസത്തിനായി കാത്തിരിക്കുന്നുമുണ്ട്. ഇവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന അധിക ബാധ്യതകളും നിബന്ധനകളും ബ്രിട്ടീഷ് സാമ്പത്തിക രംഗത്തെ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അധ്വാനിക്കുന്ന കുടിയേറ്റക്കാരെ സംരക്ഷിക്കുകയും അവർക്ക് മാന്യമായ ജീവിത സാഹചര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ബ്രിട്ടന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ലോകോത്തര ആരോഗ്യ സംവിധാനം എന്ന് അവകാശപ്പെടുന്ന NHS-യിലേക്ക് പോകാൻ സാധ്യതയുള്ള മേഖലകൾ തകർച്ചയ്ക്ക് അധികകാലം വേണ്ടിവരില്ല. മാനുഷികമായ പരിഗണനയോടെ കുടിയേറ്റങ്ങൾ പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നതാണ് പ്രവാസി സമൂഹത്തിന്റെ ഏകപക്ഷീയമായ ആവശ്യം.